അതുമാത്രമല്ല ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമാക്കാൻ BJP ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അതുണ്ട്, അത് ബോധപൂർവമുള്ള ശ്രമമാണ്. അവിടെ ഗവൺമെൻറ് ഇന്നേ വരെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് കൈവശക്കാർക്ക് വേണ്ടിയും കുടിയടപ്പുകാർക്ക് വേണ്ടിയും കൃഷിക്കാർക്ക് വേണ്ടിയും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടതിൻ്റെ ഉൽപ്പന്നമാണ് ഈ കേരളം, ആധുനിക കേരളം. അല്ലാണ്ട് ഇവർ കുറച്ച് ആൾ നടത്തിയിട്ടുള്ള ശ്രമം കൊണ്ടുണ്ടായതല്ല ഈ കേരളം. 1957 സഖാ VMSൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യയിൽ കുടി ഒഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസ് ഇറക്കിയത്. അത് 1957 ഏപ്രിൽ 5-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 11-ാം തീയതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന് നിൽക്കാനൊരിടായത്. ആ ഇടം കിട്ടിയതിനൊരു ചരിത്രമുണ്ട് ഈ കേരളത്തിൽ. അപ്പോൾ ഇവരിപ്പം കുറച്ച് ആളുകൾ കൂടി ചേർന്നിട്ട് ഞങ്ങളാണ് ഇവർക്ക് വേണ്ടിയെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് വരുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അതിശക്തിയായ രീതിയിലുള്ള ധ്രുവീകരണത്തിനാണ് ശ്രമം. ആ ധ്രുവീകരണ ശ്രമത്തെ എതിർത്തുകൊണ്ട് അവിടെയുള്ള ന്യായമായ കാര്യം, ഇപ്പോൾ നമുക്കറിയാലോ, കേരളത്തിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാതെ രീതിയിലൊരു വർഗം തന്നെ കേരളത്തിൽ ഇല്ലാതായിട്ടുണ്ട്. അതറിയോ? ഏതാ വർഗം എന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഗം തന്നെ കേരളത്തിൽ ഇല്ലാതായിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തിലും ഉണ്ട്, കേരളത്തിൽ മാത്രം ഇല്ലാതെ ഒരു വർഗമുണ്ട്. ഏതറിയോ? ഞാൻ പറയണോ? ഞാൻ പറയാം. അതാണ് ജന്മി. മനസ്സിലായോ? ജന്മി എന്ന് പറയുന്ന ഒരു വർഗം ഈ കേരളത്തിൽ ഇല്ലാതായത് ഈ പറയുന്ന ആരെങ്കിലും നടത്തിയിട്ടുള്ള ഒരു തുളിവിലുള്ള വഴി കൊണ്ടല്ല. അത് 1969 ഒക്ടോബർ 14 അന്നത്തെ ഗവൺമെൻറ്, സഖാ VMSൻ്റെ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമമാണ്. ആ നിയമത്തെ തുടർന്ന് നടന്ന അതിശക്തിയായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടാണ് 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 സെൻറ്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി ഈ കേരളത്തിൽ കിട്ടിയത്. ഇങ്ങനൊരു ഒരു പാരമ്പര്യവും ചരിത്രമുണ്ട്. ആ ചരിത്രം അറിയാതെ കേവലമായിട്ട് ആരെങ്കിലും പറയുന്നതനുസരിച്ച് മാത്രം മറുപടി പറയല്ല വേണ്ടേ. അപ്പോൾ നമ്മളൊരു കാര്യം ഉറപ്പായിട്ട് പറയുക, ഒരു കുടി ഒഴിപ്പിക്കലിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിന് മുമ്പ് അംഗീകരിച്ചിട്ടില്ല, ഇപ്പോഴും അംഗീകരിക്കില്ല. അമരാവതി കേസ് കേട്ടിട്ടുണ്ടോ? അമരാവതി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഭൂമി കേസ് ആരായിരുന്നു? AKGയുടെ സമരം. ആ AKGയുടെ സമരം നടത്തിയിട്ടാണ് ശരിയുണ്ട്. AKGയുടെ സമരം അതാണ് വളരെ പ്രധാനപ്പെട്ട കുടി ഒഴിപ്പിക്കുന്നതിനെതിരായിട്ട്. വില്ലിംഗ്ടണിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ചേർന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്, ഇടതുപക്ഷക്കാരാണ് ഈ കേരളത്തെ ഈ രൂപത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത്. ഇപ്പോഴും ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ്, ഇനി മുനമ്പല്ല, കേരളത്തിൽ എവിടെയായാലും അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. കോടതി ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഗവൺമെൻറ് പരിഹരിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും.